PC ജോർജ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞാൻ ചാണകക്കുഴിയിൽ കുളിച്ച് ശുദ്ധനായിരിക്കുന്നു എന്നാണ്. എൻ്റെ കുളി കഴിഞ്ഞിരിക്കുന്നു. കുളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഞാൻ മുസ്ലിങ്ങളോട് പണ്ട് ആവേശത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കുന്നു എന്നാണ്. വിചിത്രമായ ഒരു വാദമാണ് ഈ കാണുന്നത്. ഒരു കാലത്ത് ഒറ്റയ്ക്ക് 3 മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൽ ജയിച്ച ആളാണ് PC ജോർജ്. അന്ന് അദ്ദേഹം ജയിക്കുന്നതിനുള്ള പ്രത്യേകമായ കാരണം ആ മണ്ഡലത്തിൽ മുസ്ലിം ജനവിഭാഗം, ദളിതര്, പാവപ്പെട്ട മനുഷ്യർ PC ജോർജിനൊപ്പം നിന്നു എന്നുള്ള വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകൾ. കാരണം അദ്ദേഹം ഇവരുടെ സംരക്ഷകരായിരുന്നു, പരിസ്ഥിതി സംരക്ഷകനായിരുന്നു, ദുർബല ജനവിഭാഗങ്ങളുടെ സംരക്ഷകരായിരുന്നു. SDPIയുടെയും DHRMന്റെയും അടക്കം എല്ലാ യോഗങ്ങളിലും അദ്ദേഹം നിരന്തരമായി പങ്കെടുത്തിരുന്നു. മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വളരെ സ്വീകാര്യനായിരുന്നു അദ്ദേഹം. പക്ഷെ പെട്ടെന്നൊരു ദിവസം, ഒരു തെരഞ്ഞെടുപ്പ് മുമ്പ് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ഈ രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ വലിയ തോതിൽ അപകടം പിടിച്ചവരാണ്. ഇസ്ലാമോഫോബിയ എന്ന് ലോകം മുഴുവൻ ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ച ആ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായി പിന്നെ നമ്മൾ കാണുന്നത് PC ജോർജിനെയാണ്. ശശികല ടീച്ചറും അതുപോലെയുള്ള ആളുകളും വലിയ വർഗീയ വിഷം ഇവിടെ വിടാറുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ വ്യാഖ്യാനം കൊടുത്താലും വെള്ളാപ്പള്ളി നടേശൻ ഇസ്ലാമോഫോബിയയുടെ കേരളത്തിലെ വിതരണക്കാരനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശശികല ടീച്ചറെ നമ്മളിപ്പോ ഏതെങ്കിലും ഹിന്ദു വർഗീയവാദി സംഘടനയുടെ ആളായിട്ട് കണക്കാക്കാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി ഗുരുവിന്റെ തുല്യനായി പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം നാവെടുത്താൽ വർഗീയത പറയും. അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ PC ജോർജ് ഒരു കാലത്ത് ഇവരുടെയൊക്കെ കൂടെ നിന്ന് വോട്ട് പിടിച്ച് MLA ആയി വന്ന PC ജോർജ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് പൂഞ്ഞാർ, ഈരാറ്റുപേട്ട അതുപോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രസൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ, അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ വാശിക്ക് മറ്റ് വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാനാണ് നിങ്ങൾ വർഗീയ വിഷം പറയുന്നത്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു കാലത്ത് ഇസ്ലാമോഫോബിയ പറഞ്ഞാൽ കുറെ വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് കിട്ടും, വിവിധ പാർട്ടികളിലുള്ള ഇസ്ലാം വിരുദ്ധരായി കുറെ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ വോട്ട് തനിക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സ്വസ്ഥാനം കണ്ടെത്തിയത്. പല കേരള കോൺഗ്രസുകളിലൂടെ പലവട്ടം കടന്ന്, ജനപക്ഷം കടന്ന് അവസാനം അദ്ദേഹം BJPയിലെത്തിയത്. BJPയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. പാലയിൽ മകൻ മത്സരിക്കുന്നുണ്ട്. അതിലേക്കിപ്പോൾ നമ്മൾ പോകില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ BJPയിൽ വന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇസ്ലാം വിരുദ്ധ ഇത് പറഞ്ഞതൊക്കെ തെറ്റായി പോയി. ആളുകൾ വിശ്വസിക്കാൻ നല്ല സാധ്യതയുണ്ട് PC ജോർജ്. കാരണം എന്താ? BJPയിൽ നിന്നിട്ട് അത് പറയണേ. ഈ രാജ്യം മുഴുവൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രമണം നടത്തുന്ന വലിയ തോതിൽ, ഗുജറാത്ത് കലാപം പോലെ നിരവധി ഇടങ്ങളിൽ അഖലാക്ക് പോലെ മതന്യൂനപക്ഷങ്ങളെ രണ്ടാന്തരം പൗരന്മാരാക്കുന്ന, അത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അടക്കം, കേരളത്തിന് പുറത്തു പോയാൽ ക്രിസ്ത്യാനിയൊക്കെ അടികൊള്ളുന്ന ഒരു ടീമാണ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളെ ആ അർത്ഥത്തിൽ അവരെ കൂടി കൂട്ടുപിടിച്ച് BJPയുടെ ഒരു വിജയം പൂഞ്ഞാറിൽ ഉണ്ടാക്കാം എന്ന് സ്വപ്നം കാണുന്ന PC ജോർജ് ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ തെറ്റായി പോയി. അങ്ങനെ ഒരു തെറ്റുണ്ടോ PC ജോർജ്? അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമോഫോബിയ പറഞ്ഞ് തെറ്റാണെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് അല്ലല്ലോ പോകേണ്ടത്. BJPയിൽ നിന്ന് ഇസ്ലാമോഫോബിയ ഇല്ല, അല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞ് തെറ്റായി പോയി എന്ന് പറയുന്നത്ര തമാശ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ BJPയുടെ ആളാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയും വർഗീയതയും കൊണ്ട് മാത്രം വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നമുക്കറിയാലോ, ഗുരുവായൂരിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ വർത്തമാനം, ഗുരുവായൂരപ്പന്റെ മണ്ണ് എന്താ ഹിന്ദുക്കളുടെ മണ്ണാണെന്ന്. അതെങ്ങനെയാവുക? ഗുരുവായൂർ അമ്പലം ഹിന്ദുക്കളുടെയാണ്, സമ്മതിച്ചു. അവിടെ ഇപ്പൊ തൽക്കാലം ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അത് സമ്മതിച്ചു. പക്ഷെ ഗുരുവായൂരിന് ചുറ്റുമുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പഞ്ചായത്തുകൾ ഏതാ? ആ പഞ്ചായത്തുകൾ ഏത് മനുഷ്യരാ ഉള്ളത്? ആ മനുഷ്യരെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ ഗുരുവായൂരിൽ
ഒരു മറ്റു മതക്കാരും ഗുരുവായൂർ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. അവരെല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഗുരുവായൂരപ്പനെ ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് വരെ ഒരു വർഗീയ പ്രശ്നം ഗുരുവായൂർ ഉണ്ടായിട്ടില്ല. ഒരു പല സ്ഥലത്തും ഉണ്ടാവുമ്പോൾ പോലും ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് പോലും ഗുരുവായൂരിൽ അങ്ങനെ ഒരു വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ല. അവിടെ വന്ന് ഗോപാലകൃഷ്ണൻ അത് പറയുക. അതേ ഗോപാലകൃഷ്ണന്റെ പാർട്ടിയിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന PC ജോർജ് വന്നിട്ട് ഞാൻ പണ്ട് പറഞ്ഞതൊക്കെ തെറ്റായി പോയിന്നാണ്. അപ്പം BJP വരുന്നതിന് മുമ്പ് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് BJP വരുമ്പോൾ പറയാം, ശരിയാണ്. പക്ഷെ എന്ത് തെറ്റാണ്? കൂടുതൽ തെറ്റാവുന്നത് ഏതാ? അദ്ദേഹം BJP തന്നെയാണ്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, ഞാൻ ശുദ്ധനാവാൻ വേണ്ടി ചാണകക്കുഴിയിൽ കുളിച്ച് ഞാനിതാ ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിചിത്രമായ വാദമാണ് PC ജോർജ് വയ്ക്കുന്നത്. ആരെങ്കിലും അത് മുഖവിലേക്ക് എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം കപടമാണ് PC ജോർജിന്റെ ഈ മാപ്പ് പറച്ചിൽ എന്ന് ഒറ്റ വാചകത്തിൽ പറയാം.